എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ കറണ്ട് എക്കണോമിക് ടോപ്പിക്ക് ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് 2025. എന്താണ് ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട്? ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു കോംപ്രഹെൻസീവായിട്ടുള്ള ഒരു അളവുകോലായിട്ടാണ് ഒരു സംസ്ഥാനത്തിൻ്റെ നീതി നിർവഹണം എത്രമാത്രം കാര്യക്ഷമമാണ് എന്നതിനെ അസസ് ചെയ്യുന്നതിനും ഇവാലുവേറ്റ് ചെയ്യാനും ആയി ഉണ്ടാക്കിയ ഒരു ഇൻഡെക്സ് ആയിട്ടാണ് നമ്മൾ ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ടിനെ കാണുന്നത്. ടാറ്റ ട്രസ്റ്റാണ് ആദ്യമായി ഇങ്ങനെ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുകയും അതിനോടൊപ്പം തന്നെ നാഷണലും ഇൻ്റർനാഷണലായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ ഈ ടാറ്റ ട്രസ്റ്റിനോടൊപ്പം കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വളരെ കോംപ്രിഹെൻസീവായിട്ടുള്ള ശാസ്ത്രീയമായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ഏകദേശം 102 ഫാക്ടേഴ്സാണ് ഒരു സ്റ്റേറ്റ് എത്രമാത്രം നീതി നിർവഹണം കാര്യക്ഷമമാണ് അത് നടപ്പിലാക്കുന്നത് എന്ന് അളക്കുന്നതിന് വേണ്ടി വേരിയബിൾസായിട്ട് ഉപയോഗിച്ചത്. ഈ 102 വേരിയബിൾസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവയെ 4 പില്ലറുകളായിട്ടാണ് അറിയപ്പെടുന്നത്. 4 പില്ലേഴ്സ് എന്ന് പറയപ്പെടുന്നത് പോലീസ്, പ്രിസൺ, ജസ്റ്റിസ് ആൻഡ് ലീഗൽ ആക്ഷൻസ്. ഈ 4 പില്ലേഴ്സിൻ്റെ ബേസിലാണ് ഒരു സ്റ്റേറ്റ് എത്രമാത്രം കാര്യക്ഷമമാണ്, ഏത് ലെവലിലാണ്, അതിൻ്റെ റാങ്ക് എത്രയാണ് എന്ന് അളക്കുന്നത്. 2025 ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ടിൻ്റെ ബേസിൽ കർണാടകയാണ് ടോപ്പ് റാങ്കിൽ വന്നിരിക്കുന്ന സ്റ്റേറ്റ്. റാങ്ക് എന്ന് പറയുന്നത് 6.78 ആണ് 10. നമ്മുടെ കേരളത്തിൻ്റെ റാങ്ക് 4-ാം സ്ഥാനത്താണ്. 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് തമിഴ്നാടാണ്. ഏറ്റവും ബാക്കിൽ വന്നിരിക്കുന്ന വർസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ലാസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ വെസ്റ്റ് ബംഗാളാണ്. അപ്പം ഈ റിപ്പോർട്ട് ഒരു മോട്ടിവേഷനാണ് നമ്മുടെ ഓരോ സ്റ്റേറ്റിനും എത്രമാത്രം അവിടെ കാര്യക്ഷമമായിട്ട് ഈ ഫാക്ടേഴ്സ് എല്ലാം വർക്ക് ചെയ്യപ്പെടുന്നുണ്ട്, അവിടുത്തെ ലീഗൽ ബേസ്, എത്രമാത്രം ജസ്റ്റിസ്, സിറ്റിസൺസിന് എത്രമാത്രം ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്നതിന് അവിടുത്തെ പ്രിസൺ ഉപകരിക്കും, അവിടുത്തെ പോലീസ് സംവിധാനം എങ്ങനെയാണ് വർക്ക് ചെയ്യപ്പെടുന്നത്, അതിൻ്റെ കാര്യക്ഷമത. ഇപ്പം ഓരോ സ്റ്റേറ്റിനെ അപേക്ഷിച്ച് അതിൻ്റെ കാര്യക്ഷമത എത്രമാത്രമാണ്, എന്തെല്ലാമാണ് അവിടുത്തെ ലിമിറ്റേഷൻസ്, എത്രമാത്രമാണ് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉള്ളത്. അങ്ങനെ നമ്മുടെ അതിൻ്റെ പവർ കൂട്ടാൻ ഓരോ സ്റ്റേറ്റിനും ഓരോ ഇങ്ങനൊരു കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്തിട്ട് അതിന് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അതിനെ ഓരോ സ്റ്റേറ്റിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് അതിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഇൻഡെക്സ് സഹായിക്കുന്നുണ്ട്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫേഴ്സായിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇംപ്ലിമെൻ്റ് ചെയ്തത് 2019 ടാറ്റ ട്രസ്റ്റാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് 4 അത് ഏതൊക്കെയാണ്, അത് ടോപ്പ് വരുന്ന സ്റ്റേറ്റ്, ബാക്കിൽ വന്നിരിക്കുന്ന സ്റ്റേറ്റ്, ഇതെല്ലാമാണ് അതിനകത്ത് നമ്മൾ അസസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ബേസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.